അതുപോലെ നമ്മൾ ഇപ്പം ബോഡി ഓഫ് ദി പ്രസൻറ്റേഷൻ, മെയിൻ ബോഡി ഓഫ് ദി പ്രസൻറ്റേഷൻ, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ എല്ലാം നോക്കിയില്ല. അതിനുശേഷം കൺക്ലൂഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഓർഗനൈസിങ് ദ പ്രസൻറ്റേഷൻ. നമ്മൾ ഈ കണ്ട പ്രസൻറ്റേഷൻ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ലാസ്റ്റ് കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. അവരോട് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറയുക. അതൊക്കെയാണ് ഫീഡ്ബാക്ക്, ഓഡിയൻസ് ഫീഡ്ബാക്കിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പറയുന്നത് എത്രമാത്രം മനസ്സിലാകുന്നു എന്നുള്ളത്, എടുത്ത ആൾക്കാർക്ക്, ഓഡിയൻസിന് എത്രമാത്രം മനസ്സിലാകുന്നു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോൺ വെർബൽ ഐറ്റംസ് ലൈക്ക് ടേബിൾസ്, ഗ്രാഫ്സ്, പൈ ചാർട്ട്സ്, ബാർ ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ് ആർ particularly useful for presentation. The four major advantages of using a non-verbal item are: large quantities of data can be represented easily in one format, clearer than written text, more effective as it is. അപ്പോൾ നമ്മൾ വിഷ്വൽ എയ്ഡ്സിനെ പറ്റിയുള്ള ഗുണങ്ങളാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളായിട്ട് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ കൂടെയൊക്കെ നമുക്ക് സാധിക്കും. കാരണം നമുക്കും മറന്നു പോകത്തില്ല, എടുക്കുന്ന ആൾക്കും മറന്നു പോകത്തില്ല, അതുപോലെ തന്നെ കാണുന്ന ആൾക്കും മറന്നു പോകത്തില്ല. കാരണം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ട് അപ്പം നമ്മുടെ മനസ്സിലത് പതിയും. ക്ലിയറർ ദാൻ റിട്ടേൺ ടെസ്റ്റ്, മോർ എഫക്റ്റീവ് ആസ് ഇറ്റ് ഹാസ് എ വിഷ്വൽ ഇമ്പാക്റ്റ്, കമ്പയറിങ് ആൻഡ് കോൺട്രാസ്റ്റിങ്. അപ്പോൾ അതൊക്കെ ദെൻ കംസ് പ്രാക്ടീസിങ്. അപ്പം ഇത് ഞാൻ പറഞ്ഞതാണോ, ഒരു തവണ പറഞ്ഞാന്ന് തോന്നുന്നു. എന്നാലും പ്രാക്ടീസിങ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ആ ഒരു പ്രസൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ജസ്റ്റ് കണ്ണാടിയുടെ മുമ്പിലോ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കുകയാണെങ്കിൽ, ഒരു റിഹേഴ്സൽ നടത്തുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ എഫക്റ്റീവായിരിക്കും. നമുക്ക് ആ എടുക്കുന്ന സമയത്ത് ഒരു തപ്പലൊന്നും വരത്തില്ല. റിഹേഴ്സിങ് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് യുവർ സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ദി എമൗണ്ട് ഓഫ് ടൈം യു വിൽ ഗെറ്റ് ഫോർ ദി പ്രസൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഒരു സമയവും കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഗീവ്സ് ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ് ടു ദി സ്പീക്കർ. പിന്നെ ടിപ്സ് ടു കോൺകർ സ്റ്റേജ് ഫ്രൈറ്റ്. നമുക്ക് പേടി പോകാൻ വേണ്ടി, സ്റ്റേജ് ഫ്രൈറ്റ്, ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പേടി എങ്ങനെ മാറ്റാം എന്നുള്ളത് ടിപ്സൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, എല്ലാം മനസ്സിലാവുന്നതാണ്. ഇൻക്ലൂഡിങ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ മീൽ വിച്ച് യു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുക. ഈറ്റിംഗ് ബനാന ആൻഡ് ചോക്ലേറ്റ്സ് വിൽ ഓൾസോ എനർജൈസ് യു. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രസൻറ്റേഷൻ, ഓൺ ദ ഡേ ഓഫ് പ്രസൻറ്റേഷൻ ദ സ്പീക്കർ ഷുഡ് റീച്ച് ദ വെന്യൂ വെൽ ഇൻ അഡ്വാൻസ്. അപ്പം പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ നേരത്തെ ഈ പറയുന്ന പ്രസൻറ്റേഷൻ നടത്തുന്ന ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്നുമായിട്ട് ഒരു ഇച്ചിരി പരിചയം വേണം. നമ്മുടെ ലാപ്പെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുമോ, പ്രസൻറ്റേഷൻ PPT പ്രസൻറ്റേഷനൊക്കെ പറ്റുമോ എന്നുള്ള ഇത് നേരത്തെ നമ്മൾ കരുതി വെക്കണം. അപ്പം അപ്പം ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് അവരുടെ അറ്റൻഷൻ മാറിപ്പോവുകയാണെങ്കിൽ, ഞാൻ ചുരുക്കമായിട്ടാണ് പറയുന്നത്, അറ്റൻഷൻ മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഓഡിയൻസിനോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടൊരു പേഴ്സണൽ റാപ്പോർട്ട്, ലാസ്റ്റ് സെൻറ്റൻസ് റാപ്പോർട്ട് വിത്ത് ദി ഓഡിയൻസ്, അപ്പോൾ ഒരു പേഴ്സണൽ അടുപ്പം ഉണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞ് അവരെ വീണ്ടും സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഡെലിവറിങ് ആൻ എഫക്റ്റീവ് പ്രസൻറ്റേഷൻ, ഡൂസ് ആൻഡ് ഡോണ്ട്. തറവ് റിസർച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. കളക്ട് ആസ് മച്ച് ആസ് ഡേറ്റ യു ക്യാൻ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഓർഗനൈസ് ദി ഡേറ്റ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് ഓർഡർ. പ്രിപ്പയർ എഫക്റ്റീവ്, അപ്രോപ്രിയേറ്റ് ആൻഡ് ക്ലിയർലി വിസിബിൾ വിഷ്വൽ എയ്ഡ്സ്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള PPT പ്രസൻറ്റേഷൻസ് നല്ല സ്റ്റാൻഡേർഡായിട്ട് വേണം ചെയ്തുകൊണ്ട് പോകാൻ. Ensure that the visuals are properly visible. Introduce the presentation content to the audience. Be careful about non-verbal communication and do not put on an act. Study the audience's non-verbal clue to understand whether they are getting convinced. അപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് കാണുന്ന ഗസ്റ്റേഴ്സ് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. മേക്ക് ആൻ എഫേർട്ട് ടു റീറ്റെയിൻ ദി ഓഡിയൻസ് അറ്റൻഷൻ. അപ്പോൾ ഓഡിയൻസിൻ്റെ ആ ഒരു അറ്റൻഷൻ കിട്ടുവാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സൈൻ പോസ്റ്റിംഗ്. ആസ് എ സ്പീക്കർ യു നോ വെയർ ആർ പ്രൊസീഡിങ്സ് ആൻഡ് ഹൗ, ബട്ട് യുവർ ഓഡിയൻസ് ഡസ് നോട്ട്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദസ് ടു ഹാവ് സൈൻ പോസ്റ്റ് വിച്ച് സജസ്റ്റ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് യു ആർ മൂവിങ്. അപ്പോൾ ഈ ഒരു സൈൻ പോസ്റ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങോട്ട്
നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് എന്താ കിടക്കുന്നത് എന്നുള്ളത്. ഇപ്പം ആ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഓപ്പണിങ്ങിന് നമ്മൾ ഈ സൈൻ പോസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്യാം. ഐ ആം ഹിയർ ടു റിപ്പോർട്ട് ആൻഡ് ടു പ്രസൻറ്റ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ അത് പറയുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദൗത്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇൻട്രൊഡ്യൂസിങ് എവിഡൻസ്, ഇഫ് യു ലുക്ക് അറ്റ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അപ്പം അതൊക്കെ ഓരോ ഫ്രേസസ് ആണ് ഇംഗ്ലീഷിൽ. സൈൻ പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു വഴികാട്ടി എന്നാണ് അർത്ഥം, ഒരു പാത്ത് ഫൈൻഡർ. നമ്മൾ വളഞ്ഞ് പറയാതെ കൃത്യമായിട്ട് എക്സാക്റ്റായിട്ട് കാര്യം ഇതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിനാണ് സൈൻ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് യു പ്ലാൻ ദ ഫാക്ട്സ് ആൻഡ് ക്ലിയർലി സിഗ്നിഫൈ ആൻഡ് കാറ്റഗറൈസ് ദ മെസ്സേജ് ദാറ്റ് ഈസ് ടു കം. ഇപ്പോൾ വരാൻ പോകുന്ന കാര്യം നമ്മൾ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് എന്നും പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ കൊടുക്കുമായിരിക്കും. എല്ലാ ഓരോ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാനാണെങ്കിലും ഇത് കൃത്യമായിട്ട് വരും, കോസ് ആൻഡ് എഫക്റ്റ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് സൈൻ പോസ്റ്റിംഗ്. ഞാനത് പറയുകയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിന് വേറെ വലച്ച് കെട്ടിയൊന്നും പറയുന്ന ആവശ്യമില്ല. അപ്പോൾ അതൊക്കെയാണ് നോക്കുക, ലിങ്ക് ചെയ്യാനും എംഫസൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളതൊക്കെ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് എ പ്രസൻറ്റേഷൻ, ഐ കോണ്ടാക്ട് വിത്ത് ദി ഓഡിയൻസ്. അപ്പം ഓഡിയൻസിനെ അവരുമായിട്ടൊരു ഐ കോണ്ടാക്ട് എപ്പോഴും വേണം. നമ്മൾ താഴെ നോക്കും, മേളിൽ നോക്കും, അങ്ങനെ നേരെ തന്നെ ഓഡിയൻസിൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി വേണം സംസാരിക്കാൻ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് പോസ്ചർ, സ്റ്റാൻഡിങ് സ്ട്രെയിറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ദ വെയിറ്റ് ഓൺ ബോത്ത് ലെഗ്സ്. അപ്പോൾ നേരെ നിൽക്കുക, ആൾക്കാർക്ക് ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുക. ഈസ് റെക്കമെൻഡഡ് ആസ് ലീനിങ് ഓൺ വൺ ലെഗ് ഓർ അഗെയിൻസ്റ്റ് എ ടേബിൾ കൺവേഴ്സ്. അപ്പം നമ്മൾ ഒരു ടേബിളിൽ ചാരി നിൽക്കുന്നതോ ഒരു കാലെടുത്ത് കസാര വെക്കുന്നതോ ഒന്നും നല്ല പോസിറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നതല്ല. മൂവ്മെൻറ്റ് ഓൺ ദി സ്റ്റേജ്. അപ്പം നമ്മൾ പറയുന്ന കാര്യം നമ്മൾ നടന്ന് പറയുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ലതായിരിക്കും. യൂസ് ഓഫ് ഹാൻഡ്സ്, ഇപ്പം നമ്മൾ കൈ ഫ്രീ ആയിട്ടിടാതെ ഓരോ പോയിൻറ്റ്സൊക്കെ പറയുമ്പോൾ കൈ കൊണ്ടുള്ള ആക്ഷൻ കാണിക്കുന്നത് നല്ലതായിരിക്കും. അതൊക്കെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മളിൽ ഉള്ളിലുണ്ടെന്ന് ഓഡിയൻസിന് വരുത്തി തീർക്കും. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, എ പ്ലസൻറ്റ് ആൻഡ് കമ്പോസ്ഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ ഓൾസോ. ഇപ്പോൾ ഒരു പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സ്മൈലോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പിന്നെ വോയിസ് ക്വാളിറ്റി നമ്മൾ പണ്ട് പറഞ്ഞ ആ കാര്യം തന്നെ, നോർമൽ പിച്ചിൽ വേണം സംസാരിക്കുക എന്നുള്ളത്. പിന്നെ പേഴ്സണൽ അപ്പിയറൻസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മേക്കിംഗ്. അപ്പം നമ്മുടെ പേഴ്സണൽ അപ്പിയറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ വെൽ എഡ്യൂക്കേറ്റായിട്ട് നല്ല ഡ്രസ്സ് ചെയ്ത് വേണം നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യുവാനായിട്ട്. ഇവാലുവേഷൻ, ആഫ്റ്റർ ദിസ് പ്രസൻറ്റേഷൻ ഈസ് കംപ്ലീറ്റ് യു വിൽ ഹാവ് ടു ഫേസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് സെക്ഷൻ. അപ്പോൾ ഇവാലുവേഷൻ സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ പ്രൊസീജിയറിൽ ഓഡിയൻസ് വന്നെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ഒരു ഇവാലുവേഷൻ അവർ നമ്മളെ വിലയിരുത്തുന്ന ആ ഒരു ഘട്ടമാണ്. ദിസ് ഈസ് എ ടെസ്റ്റിംഗ് ടൈം ഇഫ് ദി സ്പീക്കർ ഈസ് നോട്ട് പ്രിപ്പയർഡ്. അപ്പോൾ അവർ വിലയിരുത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എടുത്ത ആൾ നമ്മുടെ ഈ ടോപ്പിക്കിനെ പറ്റി നല്ല രീതിയിൽ ഗ്രാഹ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെ അവർ നോക്കും. അപ്പോൾ അതാണത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ നോക്കുക. അടുത്തത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് പ്രസൻറ്റേഷൻ. ഒരു എഫക്റ്റീവ് പ്രസൻറ്റേഷൻ നടത്തുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഫിയർ. വെൻ എ പേഴ്സൺ സ്റ്റാൻഡ്സ് ബിഫോർ എ ഹ്യൂജ് ഗ്യാതറിംഗ് ഓഫ് പീപ്പിൾ വെയിറ്റിംഗ് ടു ലിസൺ ടു എ പ്രസൻറ്റേഷൻ ഷീ ക്യാൻ നാച്ചുറലി ഫീൽ നെർവസ്. അപ്പോൾ വലിയൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം പ്രസൻറ്റേഷൻ നടത്തുമ്പം ആൾക്ക് എന്താണെങ്കിലും ഒരു നെർവസ്നെസ്, ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അതൊരു തടസ്സമാണ്. അപ്പോൾ അത് ഒന്നെങ്കിൽ അത് നല്ല കാര്യമാണ്, കാരണം നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു പേടിയുള്ളത് നല്ലതാണ്. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതുണ്ടാകുന്നത് നമ്മുടെ പ്രസൻറ്റേഷനെ ബാധിക്കും. ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ, ഒരു കാര്യവും നമ്മൾ അല്ലാതെ പ്രിപ്പയർ ചെയ്യാതെ പോവുകയാണെങ്കിൽ നമ്മളെ അത് ബാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ വലിയ ഈ പ്രൊജക്ടർ സ്ലൈഡ്സ് ഒന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബബ വെക്കും എന്നുള്ളതാണ്. ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, സം സ്പീക്കേഴ്സ് ബീറ്റ് അറൗണ്ട് ദ ബുഷ് ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ ഐഡിയ. അപ്പോൾ നമ്മൾ ചില ആളുകൾ സംസാരിക്കുന്നതെന്ന് പറയുന്നത് മെയിൻ ഐഡിയ മാറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് സംസാരിക്കും. നമ്മുടെ ഇപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ ആ ഒരു അവർ എങ്ങനെയെങ്കിലും കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ആ രീതിയിൽ അങ്ങ് കയറിപ്പോക്കോളും. എന്ന് വെച്ചാൽ കാട് കയറി പോകാന്ന് പറയില്ലേ, അതാണ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ബുഷ് എന്ന് പറഞ്ഞാൽ കാട്. അപ്പോൾ കാട് കയറി പോവുക എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കണ്ടൻറ്റ് പറയാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കരുത്. അപ്പോൾ അതും ഒരു ബാരിയറാണ്. സം സ്പീക്കേഴ്സ് ഫെയിൽ ടു പ്രസൻറ്റ് ദെയർ ഐഡിയാസ് ഇൻ എ സീക്വൻസ് ഡീവിയേഷൻ ഫ്രം ദ മെയിൻ ടോപ്പിക്കിൽ നിന്ന് മാറി വ്യതിചലിച്ച് പോകുന്നതും ഒരു ബാരിയറാണ്. അടുത്തത് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്, പക്ഷേ ഭാഗ്യവശാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഓരോ കണ്ടൻ്റാണ്. പിന്നീടുള്ളത് മെത്തഡോളജി എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അപ്പോൾ
എ സാമ്പിൾ പ്രസൻറ്റേഷൻ. അവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ പ്രസൻറ്റേഷൻ്റെ ഓരോ പോയിൻറ്റ്സ് ആണ്. ആ പോയിൻറ്റ്സ് നമ്മൾ വേണം ഇലാബറേറ്റ് ചെയ്യാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇലാബറേറ്റ് ചെയ്തങ്ങ് വെച്ചാൽ മതി. ഇത് കൂടുതലൊന്നും നോക്കാനില്ല. ഇപ്പോൾ ഇതുണ്ട് പ്രോബ്ലംസ് വിത്ത് ബയോഫ്യൂവൽസ്. അപ്പോൾ സോയിൽ ഹെൽത്ത്, നെറ്റ് എനർജി ആൻഡ് എക്സ്റ്റേണൽ ഇൻപുട്സ്, അത് സബ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് വിത്ത് ബയോഫ്യൂവൽസിനെ അനുബന്ധമായിട്ട് ഈ കാര്യങ്ങളും കൂടെ പറയുക. പിന്നീടുള്ളത് എക്സസൈസ്. ഇപ്പുറത്ത് നോക്കിയേ, പേജ് നമ്പർ 151 ആ ഒരു പാരഗ്രാഫ്, കമ്മ്യൂണിക്കേഷൻ ഈസ് എ മൾട്ടി ഫേസ്ലെറ്റ്. അപ്പോൾ ആ ഒരു ഫുൾ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങൾക്കൊരു PPT ഉണ്ടാക്കാൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തോന്നുന്നത് മാർക്ക് ചെയ്തിട്ട് അത് PPTയിൽ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ജസ്റ്റ് പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് മറ്റേ തുടക്കത്തിൽ തന്നെ പ്ലാനിങ്, പ്രിപ്പയറിങ്, പ്രാക്ടീസിങ്, പ്രസൻറ്റേഷൻ, ഇവാലുവേഷൻ, ആ ഒരു 3, 4, 5 സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക ആ ഓരോ സാധനം. പിന്നെ ഇംപ്രോംപ്റ്റീവ്, എക്സ്റ്റംപോറനസ്, സെമിനാർ പ്രിപ്പറേഷൻ, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് പോകുക, അതെന്താണെന്ന് ചോദിക്കും. പിന്നീട് വരുന്നത് ക്രോണോളജിക്കൽ പാറ്റേൺ, സ്പേഷ്യൽ പാറ്റേൺ, കോസ് എഫക്റ്റ് പാറ്റേൺ. കോസ് എഫക്റ്റ് പാറ്റേൺ എന്താണെന്ന് പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മേളിൽ കണ്ടോ ബോക്സിൻ്റെ അകത്ത് പവർ പോയിൻറ്റ് സ്ലൈഡ്സ്, മോർ ദാൻ 100 ഓൾ പോസിബിൾ സിറ്റുവേഷൻസ്, ഈച്ച് സ്ലൈഡ് ഷുഡ് എൻലൈൻ. അത് ആ ഗൈഡ് ലൈൻ പ്രിപ്പറേഷനും പവർ പോയിൻറ്റ് സ്ലൈഡ്സിൻ്റെ ഗൈഡ് ലൈൻ പ്രിപ്പറേഷനും ഗൈഡ് ലൈൻസ് ഫോർ യൂസേജും നോക്കിക്കൊണ്ട് പോവുക. പിന്നെ വരുന്നത് ബാരിയേഴ്സ് ഒന്ന്, ആ 3 എണ്ണം നോക്കുക. നിങ്ങൾക്ക് പണ്ട് കമ്മ്യൂണിക്കേഷൻ ബാരിയർ നമ്മൾ പഠിച്ചതല്ലേ, അതും ഇതുമായിട്ട് മാറിപ്പോകരുത്. കാരണം ഇതിൽ 3 എണ്ണമേ വരുന്നുള്ളൂ. അപ്പം അതും കൂടെ അങ്ങ് എഴുതുക. ഇത്രയേ ഉള്ളൂ.